റോഡുകൾ വ്യാപകമായി തകർന്നതിൽ ഇടപെട്ട് ഹൈക്കോടതി. എങ്ങനെയാണ് ഈ റോഡുകൾ ഇതുപോലെ തകർന്നതെന്ന് കോടതി ചോദിക്കുകയാണ്. നിരവധി എഞ്ചിനീയർമാർ ഉണ്ടായിട്ടും എന്ത് ഫലമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആരാഞ്ഞത്. ഇതൊരു ജീവനും മൂല്യമുള്ള ഏതൊരു ജീവനും മൂല്യമുള്ളതാണ് എന്നും കൂടി കോടതി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബിനിൽ വിവരങ്ങൾ വേണ്ട. ബിനിൽ, കോടതി പലതവണ നമ്മൾ തന്നെ നേരത്തെ ഈ ടാർ ചെയ്യുന്നതിലെ കള്ളത്തരത്തെക്കുറിച്ചും ഒക്കെയുള്ള വാർത്തകൾ ചെയ്യുക, ആ സമയത്തൊക്കെ കോടതിയുടെ ഇടപെടലും ഇത്തരം പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ വീണ്ടും കോടതി തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വയ്ക്കേണ്ടി വരികയാണല്ലേ? ദിവിഷെ, ഇത് തുടർച്ചയായി എത്രാമത്തെ തവണയാണ് ഹൈക്കോടതിയുടെ വിമർശനം ഉണ്ടാകുന്നതെന്ന് ആർക്കും ഒരു എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തൊരു വിഷയമാണ് അപ്പോൾ ഈ റോഡുകളുടെ പ്രശ്നം. കാരണം സംസ്ഥാനത്തെ റോഡുകൾ മൊത്തത്തിൽ തകർന്നു കിടക്കുകയാണ്. അതിൽ പല ഘട്ടങ്ങളിലും കോടതി ഇടപെട്ട് ചില വർക്കുകളൊക്കെ തന്നെ അതിന്റെ ഭാഗമായി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോ വീണ്ടും ദയനീയമായ അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ റോഡുകൾ മാറുന്നു. അവിടെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വിമർശനം വീണ്ടും ശ്രദ്ധേയമാകുന്നത്. അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഏതൊരു ജീവനും ഒരേ മൂല്യമുള്ളതാണ്. ഇവിടെ സംസ്ഥാനത്തെ റോഡുകൾ എങ്ങനെയാണ് ഇതുപോലെ തകർന്നു പോകുന്നത്, അതിലാണ് കോടതി ഒരു സംശയം ഉന്നയിക്കുന്നത്. ഇപ്പോൾ നിർമ്മിക്കുന്ന റോഡുകളൊക്കെ വേഗത്തിൽ തന്നെ തകർന്നു പോകുന്നു. നിരവധി എഞ്ചിനീയർമാരുണ്ടായിട്ട് നമുക്ക് എന്ത് പ്രയോജനം എന്നതാണ് കോടതി ഉന്നയിക്കുന്ന വിഷയം. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്നെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴി അദ്ദേഹത്തിന്റെ വാഹനം ഖട്ടറിൽ വീണ ടയർ പഞ്ചറായി പോയ ആ വാർത്തയൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അത്തരത്തിൽ അദ്ദേഹം സ്വന്തം സഞ്ചാരത്തിൽ തന്നെ അത് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് അതിരൂക്ഷമായ വിമർശനം ബെഞ്ചിൽ നിന്ന് റോഡുകൾ തകർന്നതിനെതിരെ വരികയും ചെയ്തിരിക്കുന്നത്. ശരി, എന്തായാലും കോടതി വീണ്ടും ഇടും. പിന്നിൽ തന്നെ സൂചിപ്പിച്ച പോലെ എത്ര വട്ടം കോടതി കേരളത്തിലെ റോഡുകളുടെ ഈ മോശം അവസ്ഥയിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് എണ്ണാൻ പോലും കഴിയാത്ത അത്ര ഇടപെടലുകൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും റോഡുകൾ നന്നാക്കും, ഉടനടി മറ്റ് അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേബിളുകളുടെ ജോലികൾ ചെയ്യും. അതിനെ കുഴിച്ചിട്ട് അത് മൂടാതെ അതങ്ങനെ കിടക്കും, അല്ലെങ്കിൽ അത് മൂടിയാൽ തന്നെ അത് ചെയ്യുന്നത് ചുമ്മാ തട്ടിപ്പ് ജോലിയായിരിക്കും. അങ്ങനെ റോഡുകൾ മോശമാക്കിക്കൊണ്ടേയിരിക്കുകയാണ് പലയിടത്തും. കുറേ ഭാഗത്ത് നല്ല റോഡുകൾ ഉണ്ടാക്കുന്നു, കുറേ ഭാഗത്ത് റോഡുകൾ മോശമായിക്കൊണ്ടേയിരിക്കുന്നു.